ആകയൽപ്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. സമയമം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി എത്തപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി എത്തപ്പെട്ടോടിടുന്നു. എല്ലാവർക്കും കാണാൻ അവസരം തരാം. ദയവായിട്ട് സഹകരിക്കുക. നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കസേരയില്ലയോ? അവിടെ പറയ കസേരയില്ലേ? ഒരു 2-3 കസേര അവിടെ ഇട്ട് കൊടുത്താൽ ഇരിക്കട്ടെ. ഈ വരുന്നവർ കാണാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. ദയവായിട്ട് എല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ വളഞ്ഞു വന്ന് പുറത്തോട്ട് പോകണം. ദയവായിട്ട് ഗേറ്റിന് വാതിക്കൽ ആരും നിൽക്കരുത്. കാണാൻ അവസരം കൊടുത്താട്ടെ. ദയവായിട്ട് കാണാൻ അവസരം കൊടുത്താട്ടെ. ഈ വഴിയിൽ ആരും നിൽക്കരുത്. മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒരു ദർശനം നൽകാനുള്ള അവസരം നൽകിയാട്ടെ. കണ്ടിട്ട് ദയവായിട്ട് എന്നെ കറങ്ങി വന്നാട്ടെ പ്ലീസ്. അവിടെ നിൽക്കുന്നവർ നിയന്ത്രിച്ചാട്ടെ. അവരെ നിയന്ത്രിച്ചാട്ടെ. നിങ്ങൾ മുന്നോട്ട് പോയാട്ടെ. എല്ലാവർക്കും കാണാൻ അവസരം തരാം. ദയവായിട്ട് സഹകരിക്കുക. എല്ലാവർക്കും കാണാൻ അവസരം തരാം. എല്ലാവർക്കും കാണാൻ അവസരം ദയവായിട്ട് സഹകരിക്കുക. ഈ ഗേറ്റിങ്കിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാകാതെ ദയവായി സഹകരിക്കണം. കണ്ടു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകുന്നു. അവരെ നിയന്ത്രിക്കുക. കുഞ്ഞോനെ അവരെ നിയന്ത്രിക്കുക. ഈ വഴിയിൽ നിൽക്കുന്നവരൊന്ന് ഒതുങ്ങി തന്നാട്ടെ. കാണാൻ അല്ല അവിടെ ഇങ്ങോട്ട് ആദ്യം ഒഴിഞ്ഞാല് ആൾക്കാർ തെളിവ് ഇവിടെ നിന്നാണ് ഒതുക്കുന്നത്. തന്നെ ആൾക്കാർ ഈസിയായിട്ട് പോകാം. കണ്ടവര് ദയവായിട്ട് കറങ്ങി പോകണം. എല്ലാവർക്കും കാണാനുള്ള അവസരം.
പുതുശക്തി തരുന്നു വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു ദയവായിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് അവസരം തരാം. ശാന്തമായിരുന്നാട്ടെ പ്ലീസ്. ഞങ്ങളോട് സഹകരിക്കുക. ഈ വഴിയിൽ ആൾക്കാർ കൂടി നിൽക്കാതെ കാണാനുള്ള അവസരം നൽകണം. കണ്ടവർക്ക് പോകാനുള്ള അവസരം നൽകുന്നതാണ്. കാണാത്തവർക്ക് എല്ലാ അവസരവും തരാം. ദയവായിട്ട് ശാന്തമായി ഞങ്ങളുടെ സഹകരിക്കാൻ ഓർപ്പിക്കുന്നു. അതൊന്നും നിയന്ത്രിക്കണ്ട. അല്ലെങ്കിൽ നടക്കത്തില്ല. ഇത് ചവിട്ടാ ചവിട്ടാ പോലെ അത് ഒരു കാര്യം ദയവായിട്ട് ശ്രദ്ധിച്ചാൽ കാർ പോർച്ചിൽ നിൽക്കുന്ന സ്ത്രീകൾ ദയവായിട്ട് പുറകോട്ടൊന്ന് മാറിക്കൊടുത്താട്ടെ. കാർ പോർച്ചിൽ നിൽക്കുന്ന ആളുകൾ സഹകരിച്ചാട്ടെ. ജീവനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ശുശ്രൂഷ അതാ. അതൊന്ന് അനുസരിച്ച് ഈ കടന്നു വരുന്ന ആളുകൾ കണ്ടിട്ട് വേഗത്തിൽ കടന്നു പോകട്ടെ. ദയവായിട്ട് എല്ലാവരും സഹകരിച്ചാട്ടെ. ഇവിടെ ആരും ആരെയും നിയന്ത്രിക്കാതെ സ്വയം നിയന്ത്രിച്ചു പോകത്തക്ക പോലെ. അതുപോലെ എന്റെ ഈ ബോഡിയുടെ അടുത്ത ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ കുറച്ചുകൂടി പുറത്തോട്ട് മാറിക്കൊടുത്താട്ടെ. പുറത്തേക്ക് പോകുന്നവർ പുറത്തേക്ക് പോകട്ടെ, സ്വയമായിട്ട് പോകട്ടെ. ഇത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഹോമേജ് ഏതാ, ഏറ്റവും നല്ല യാത്രാമൊഴി ഏതാ. ശബ്ദം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ.
ഈ പന്തലിൽ ഇടതു ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ദയവായിട്ട് ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ സ്ഥലം കൊടുത്താട്ടെ, ഒന്ന് സഹകരിച്ചാട്ടെ പ്ലീസ്. ആ വാതിക്കൽ കൂടി നിൽക്കുന്നവരും ആ വിധത്തിൽ ഒന്ന് സഹകരിച്ചാട്ടെ. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ആകയാൽ ഇതിന്റെ ഭൗതിക ശരീരം കാണാനായിട്ട് വരുന്ന എന്റെ പ്രിയപ്പെട്ട ആളുകളോടൊരു കാര്യം ഓർപ്പിക്കട്ടെ. ദയവായിട്ട് ആരും ആരെയും നിയന്ത്രിക്കണം. ഒരു ലൈനായിട്ട് വന്ന് നിങ്ങൾക്ക് കണ്ട് അന്തിമോപകാരം അർപ്പിച്ച് മടങ്ങിപ്പോകാനായിട്ട് പറ്റും. ആ വിധത്തിൽ നിങ്ങൾ സഹകരിച്ചാട്ടെ. ആ വിധത്തിൽ നിങ്ങളൊന്ന് സഹകരിച്ചാട്ടെ. ഇപ്പോൾ പോകുന്ന പോലെ ശാന്തമായിട്ട് ഒരു ലൈനായിട്ട് എല്ലാവരും ഒന്ന് വെക്കാട്ടെ. ആരും നിയന്ത്രിക്കേണ്ട ബഹളം വേണ്ടല്ലോ. എല്ലാവർക്കും കാണാനുള്ള അവസരം തരുന്നതാണ്. അതോർത്ത് ആരും വിഷമിക്കേണ്ട. 11 മണിക്ക് മാത്രമേ വീട്ടിലെ സർവീസ് ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ 10 മണിയായിട്ടുള്ളൂ. ദയവായിട്ട് തിരക്കുണ്ടാക്കാതെ ലൈനായിട്ട് വന്ന് യാത്രാമൊഴി ചൊല്ലി മടങ്ങാവുന്നതാണ്. ഇന്നലെ കാളടുപ്പം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു നാമാശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനം ആങ്ങില്ലല്ലോ നിത്യ സൗഭാഗ്യമാ
മക്കൾക്കോ വേഗം നാം ചേർന്നിടൂ വേഗം നാം ചേർന്നിടൂ തീരും സ്നേഹമാം സ്വർഗതാതനോട് സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയേതാരും നന്മയ്ക്കോ കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് ശോഭയേറും നാടോ നുണ്ടതു കാണാമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നാമോ കുറുക്കി നിൽക്കുന്നു ഡാക്കരെ കാത്തഹോ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ആ പോർച്ചിൽ നിൽക്കുന്ന സ്ത്രീകൾ ദയവായിട്ട് പുറകോട്ട് മാറി പന്തലിലേക്ക് മാറിക്കാട്ടെ. സ്നേഹത്തോടെ നിങ്ങൾ ആവശ്യപ്പെടും. അല്പം കൂടി പോർച്ചിൽ നിന്ന് കുറച്ചു പേരൊന്ന് മാറിക്കൊടുത്താലും കുഴപ്പമില്ല. ദയവായിട്ട് ശാന്തമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരി സഭയിലെ ജോൺസൺ അച്ഛൻ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. വന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ഈ മകന്റെ വേർപാടിൽ വിലപിക്കുന്ന കുടുംബാംഗങ്ങളെ, ഈ ദേശവാസികളെ, ആർക്കും ആരെയും ആശ്വസിപ്പിക്കുവാനും ആരെയും ഒന്നും പറയുവാൻ പറ്റാത്ത
പ്രത്യേകമായ ഒരു നിമിഷത്തിലാണ് ഈ ഭവനത്തിലേക്ക് നാം എല്ലാവരും ചേർന്ന് നിൽക്കുന്നത്. വിവിധമായ രീതിയിൽ ഈ ഭവനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട റോസമ്മ കൈപ്പട്ടൂർ ദേവാലയത്തിലേക്ക് ഈ ഭവനത്തിൽ നിന്നും കടന്ന് അവിടെ വിവാഹബന്ധത്തിലൂടെ അവിടെ കടന്നു വന്നിരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വൈദിക ശ്രേഷ്ഠർ ഇവിടേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. സഹോദരനെ പോലെയുള്ള റൂബി, റോസമ്മയും ആ കുടുംബവും ഒക്കെ ഞങ്ങൾ ദേവാലയത്തിലോട് ചെയ്തിട്ടുള്ള സ്നേഹവും ആദരവുകളും ഒക്കെ ഈ അവസരത്തിൽ മനസ്സിൽ വരുന്നു. ഏതൊരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. അത്തരത്തിൽ ഈ ഭവനവുമായി ഞങ്ങളുടെ ഈ ദുഃഖത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. ഏതൊരു വിശ്വാസിയുടെയും മരണത്തെ ലാഭമെന്നും ഉറക്കമെന്നും ഭാഗ്യമെന്നുമുള്ള വിവക്ഷയിൽ വേദപുസ്തകത്തെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ വിശ്വാസമനുസരിച്ച മരണത്തെ ലാഭമായും ഉറക്കമായും സ്നേഹമായും ഒന്നും നമുക്ക് ഓർക്കുവാൻ പറ്റുകയില്ല. ഞങ്ങളുടെയൊക്കെ സാന്നിധ്യവും പ്രാർത്ഥനകളുമെല്ലാം ഒരു വലിയ അനുഭവത്തിലേക്ക് വരുവാൻ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ളത്, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് നമുക്ക് മുമ്പായി പറഞ്ഞ ഭക്തരായ മനുഷ്യനെ പോലെ നമുക്കും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം തന്ന ഈ അവസ്ഥയിൽ ദൈവത്തോട് ചോദ്യം ചെയ്യാതെ ദൈവഹിതത്തിന് അനുസൃതമായി മാതാപിതാക്കളും സഹോദരങ്ങളും ദേശവും ദേശവാസികളും എല്ലാം ഈ ഒരു ദുഃഖകരമായ സാന്ദ്രകരമായ അവസരം അതിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവത്തോട് കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കുകയും അടുക്കുകയും ചെയ്യാം. കടന്നു വരുന്ന എല്ലാവരുടെയും മനസ്സിന്റെ അഗാധങ്ങൾ നേരുന്ന പ്രാർത്ഥനകളും കണ്ണുനീരുകളും ഈ മാതാപിതാക്കന്മാരോടും ഈ ദേശത്തോടുമുള്ള ഞങ്ങളുടെ വലിയ പ്രാർത്ഥനകളുടെ കണ്ണുനീരായി ഇവിടെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളും കണ്ണുനീരുകളും കാണുമ്പോൾ മറികടക്കുന്നവനല്ല ദൈവം. നിങ്ങളുടെ ദുഃഖത്തെ ലഘൂകരിച്ച് ആനന്ദകരമായ ആ വേദനയുടെ അനുഭവത്തിൽ നിന്ന് ദൈവം നിങ്ങളെ സമാശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ദുഃഖവും വേദനയും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കുന്ന നിൽക്കണമവൻ വലഭാഗ. കർത്താവെ, സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തിയോടും ലോകത്തിന് യാത്രയായിരിക്കുന്ന വിശ്വാസിയായ ദാസന്റെ ആത്മാവിന് വിമോചകനും പാവരിവാരകനും ആയിരിക്കണമേ. ദൈവനമ്പുരാനെ, ഈ മകൻ ആയുഷ്കാലം ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളോടൊന്ന് ക്ഷമിക്കണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ജീവനുള്ള തിരുവായുണ്ട് അല്ലിച്ചേട്ടുള്ള വാനം ഞങ്ങളിലും വാങ്ങി വന്ന ഈ ദാസനിലോടൊന്ന് നിറവേറ്റണമേ. കർത്താവേ, വലതുഭാഗത്തെ കുഞ്ഞാടുകളോട് ചെന്നേരുവാനും നിനക്കെന്നും സ്തുതി പാടുവാനും എന്റെ നാഥ ഈ ദാസന്റെ ആത്മാവിന് നീ അർഹത നൽകണമേ. കർത്താവേ, നിന്റെ മകന് വേണ്ടി ഞങ്ങൾ അണയ്ക്കുന്ന പ്രാർത്ഥനകളും ധൂപവും അവന് കരച്ചിലോ വിലാപമില്ലാത്ത സന്തോഷ ഉല്ലാസങ്ങളുടെ സ്ഥലത്ത് എന്റെ നാഥ നിന്റെ ദാസന്റെ ആത്മാവിനെ നീ അധിവസിപ്പിക്കണമേ. അവശേഷിക്കുന്ന പാപികളും ദോഷികളുമായ ഞങ്ങൾക്കും സമാധാനപരമായ നിര്യാണം അനുഭവിക്കുവാൻ സംഗതിയാക്കണമേ. ദുഃഖിതരെ ദയാപൂർവ്വം നീ ആശ്വസിപ്പിക്കണമേ. കരച്ചിലും വിലാപത്തും ഇരിക്കുന്ന ഭവനത്തെ നിന്റെ സമാധാനം കൊണ്ട് നീ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ നമ്മുടെ ജിതിൻ ജോസ് പണയൽ ഹെബ്രോൻ മാർത്തോമ യൂണിവേഴ്സിറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് പഠനത്തിന് ജോലി പ്രവേശിച്ചു. യുവന സഖ്യത്തിന്റെ സഭയുടെ യുവജന വിഭാഗമായ മാർത്തോമ യൂണിവേഴ്സിറ്റിന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബേബി ജോണച്ചൻ ഇപ്പോൾ ആശ്വാസവാക്കുകൾ പറയും. വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വേർപാടെപ്പോഴും വേദന മാത്രം സൃഷ്ടിക്കുന്ന ജീവിതത്തിന്റെ അനുഭവമാണല്ലോ. വേർപാട് സൃഷ്ടിക്കുന്ന വേദനയുടെ ആഴവും
അതിൻ്റെ തീവ്രതയൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ തന്നെ കുടുംബത്തിൻ്റെ ഭാഗമാകുന്ന ഒരാൾ ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോഴേ അതിൻ്റെ തീവ്രത നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഈ മകൻ്റെ ബോർവാടിൽ ദുഃഖിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ദുഃഖം ഏറെ വിലയേറിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നാം ഓർക്കേണ്ടത് സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് മക്കളെ നൽകുമ്പോൾ വളർത്തുവാനായിട്ട് നൽകുന്നതാണ്. ആ നൽകുന്നവനായ ദൈവം തിരികെ വിളിക്കുവാനായിട്ട് അധികാരമുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ട് വളർത്തുവാൻ തന്ന മകനെ അവന്റെ ഇഷ്ടമനുസരിച്ച് അവന്റെ തിരുസനിലേക്ക് തിരികെ വിളിച്ചു എന്നുള്ളതായ ബോധ്യം നമ്മെ ഭരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യാശ നിർഭരമായി യാത്ര അയക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇനി ഈ ഭൂമിയിൽ വെച്ച് ഒരിക്കലും പ്രിയപ്പെട്ട മകനെ കാണാൻ കഴിയുകയില്ല എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ദുഃഖം ഏറെ വലുതാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഈ ലോകത്തിലെ മരണം കൊണ്ടൊന്നും ആത്യന്തികമായി അവസാനിച്ചു പോകുന്നില്ല. കർത്താവായ യേശുക്രിസ്തു ലാസറിന്റെ ഭവനത്തിലേക്ക് വന്നുകൊണ്ട് അവിടെ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്, അതേ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വിശ്വാസം നിലനിൽക്കുന്ന ഇടത്ത് എന്റെ ശരീരം ഭക്ഷിക്കുകയും പാനപാത്രം ചെയ്യുകയും കുടിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളെ സംബന്ധിച്ച് ഈ ലോകത്തിലെ മരണം ആത്യന്തികമായി ഒരു വേർപാടല്ല, മറിച്ച് ദൈവത്തിലേക്ക് ചേരുവാനുള്ളതായ ഒരു മുഖാന്തരമാണെന്ന് വിശ്വസിക്കുവാനായിട്ട് ഒരു ദൈവവേദനയുടെയായിത്തീരണം. അങ്ങനെ വിശ്വസിക്കുന്ന പൗലോസ്ലീഹയാണ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമല്ല, മരിക്കുന്ന ലാഭമാണ്, നഷ്ടമല്ല. ജീവിതത്തിൽ ആ ലാഭത്തിന് അനുഭവം എപ്പോഴാണ് അനുഭവമായി തീരുക? തീർച്ചയായിട്ടും ദൈവത്തോട് അടുത്ത് ചേരുന്ന നിമിഷം മരണമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് മരണം ലാഭകരമായി തിരിച്ചറിയാനായിട്ട് ഇടയായിത്തീരുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുടെ ദുഃഖം ഏറെ ഏറെ വിലപ്പെട്ടതാണ്. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ കാൽവറി ക്രൂശിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ക്രൂശിന് ചുവട്ടിൽ കരയുന്ന മാതാപിതാക്കന്മാരെ, സഹോദരങ്ങള്, അതുകൊണ്ട് നിങ്ങളുടെ ക്രൂശാണ് നിങ്ങളുടെ വേദനകളെ ശക്തീകരിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. ക്രൂശ് ഉദ്ധാനത്തിന് നൽകുന്ന ശക്തിയാണ്. പ്രിയപ്പെട്ട മകനെ ഉദ്ധാന നാളിൽ ഒരുമിച്ച് കാണുള്ളതായ വലിയ പ്രത്യാശയോടുകൂടി നമുക്ക് യാത്ര അയക്കാം. പ്രിയപ്പെട്ട മകൻ ഇടവക യുവജന സെക്രട്ടറിയായി അനുഗ്രഹീത ശുശ്രൂഷ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അവന്റെ പഠനം പൂർത്തീകരിച്ച് അവൻ ജോലിയിലായിരുന്നപ്പോഴൊക്കെ സഭയായുള്ള ബന്ധത്തിൽ, യുവജന സഖ്യമായുള്ള ബന്ധത്തിൽ ജീവിക്കുവാനായിട്ട് അവന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഏറെ ഏറെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അതുകൊണ്ട് മാർത്തോമാ യുവജന സഖ്യത്തിന് പ്രിയപ്പെട്ട മകന്റെ വേർപാട് ഏറെ ഏറെ ദുഃഖം സൃഷ്ടിയ അനുഭവമാണ്. മാർത്തോമാ യുവജന സഖ്യം ഈ കുടുംബത്തിന്റെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്നു. തീർച്ചയായിട്ടും മാർത്തോമാ യുവജന സഖ്യത്തിന് അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ജീവന്റെ മേലും മരണത്തിന് മേലും അധികാരമുള്ള സ്വർഗത്തിലെ ദൈവം അവിടുന്നാണല്ലോ. പ്രിയപ്പെട്ട മകനെ ഈ ഭൂമിയിൽ നൽകിയ ദൈവം അവിടുന്നാണല്ലോ. തിരികെ വിളിച്ച ദൈവം അവിടുന്നാണല്ലോ. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവെന്ന് അരുളി ചെയ്യുന്ന ദൈവം അവിടുന്നാകിയാൽ ദൈവമേ നിനക്ക് സ്തോത്രം. ദൈവമായ കർത്താവേ, നിന്റെ മകന്റെ നല്ല ജീവിതത്തിനായി ഈ ഭൂമിയിലൂടെ ലഭിച്ച എല്ലാ നന്മകൾക്കായിട്ടും ദൈവമേ നിനക്ക് സ്തോത്രം. ദൈവമായ കർത്താവേ, ഒരുപാട് ദുഃഖിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാരെ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകൾ, മനസ്സിൽ ഏറെ ഭാരങ്ങൾ, 1000 ചോദ്യങ്ങൾ കർത്താവെ നൽകുമ്പോൾ കാൽവരി ക്രൂശിലേക്ക് നോക്കുവാനും ഏത് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഉത്തരം കണ്ടെത്തുവാനും നിന്റെ മക്കളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ മക്കളുടെ വേദനകളിൽ നീ അവിടുന്ന് കൂടെ ഇരിക്കണമേ. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയെ ഒഴുകുമ്പോൾ നിന്റെ കരം കൊണ്ട് തുടച്ച് കർത്താവേ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജന്മം കൊടുത്തതിന്റെ വേദന കർത്താവെ കണ്ണുനീരായി മാറുമ്പോൾ അവിടുന്ന് ആശ്വാസമായി കൂടെ ഇരിക്കണമേ. പ്രിയപ്പെട്ട നിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകനെ നൊന്ത് പ്രസവിച്ച വേദന കണ്ണുനീരായി മാറുമ്പോൾ അവിടുന്ന് കർത്താവെ സകല ബുദ്ധിയും കവിയുന്ന നിത്യസമാധാനം കൊണ്ട് നിന്റെ മകളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ട വ്യഥയിലായിരിക്കുമ്പോൾ കർത്താവെ സ്വർഗീയ സഹോദരനായി നിന്റെ കുഞ്ഞിനോട് നീ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകളുടെ മുൻപിൽ തകർന്നു പോകാതെ പ്രത്യാശയോടുകൂടി കർത്താവെ ജീവിക്കുവാനോട് സഹായിക്കണമേ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമങ്ങൾ എവിടെയെന്ന് പൗലോസിനോട് ചേർന്നുകൊണ്ട് മരണത്തിന് മുഖത്ത്
നോക്കി വെല്ലുവിളിപ്പാനുള്ള ആധ്യാത്മിക ചൈതന്യവും കരുത്തും കൃപയും കർത്താവേ നിന്റെ മക്കൾക്ക് നീ പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് നഷ്ടമല്ല, മരിക്കൽ ലാഭമാകുന്നു എന്ന് പറയുവാൻ കർത്താവേ എന്റെ മക്കളെ നീ സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളിൽ നിന്റെ കൃപ വ്യാപരിക്കണമേ. പ്രത്യാശയോടുകൂടി സ്വർഗീയ സമാധാനത്തോടുകൂടി നിന്റെ മകനെ ഒരുമിച്ച് കാണുന്നതായ ധൈര്യത്തോടുകൂടി യാത്രയ്ക്കുവാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയയോട് കേൾക്കുമാറാകണമേ. ഇനി 25 മിനിറ്റ് കഴിയുമ്പോൾ ശുശ്രൂഷ ആരംഭിക്കും. ആർക്കെങ്കിലും അനുശോചനം പറയാനുള്ള അവസരം തരാവുന്നതാണ്. പള്ളിയിൽ വളരെ സമയം കുറച്ചേ കാണത്തുള്ളൂ. അതുകൊണ്ട് അടുത്ത 25 മിനിറ്റ് കൊണ്ട് അനുശോചനം പറയേണ്ടവർക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ സഭാ കൗൺസിലിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീമതി മേരിക്കുട്ടി ജോൺ 2 വാക്കുകൾ പറയും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മോന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ വേദനയിൽ പങ്കുചേരുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതൊരു ബഥാന്യ ഭവനമായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ 45 വർഷങ്ങൾ കൊണ്ട് എനിക്ക് ഈ വാത്സല്യ ഭവനത്തെ അറിയാം. കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിൽ കർത്താവിന്റെ മക്കളെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം. എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥനാ കൂട്ടങ്ങൾക്കും ആരാധനയിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു കുടുംബം. ഞാൻ ഈ വാത്സല്യ ഭവനത്തെക്കുറിച്ച് ഒരുപാട് നല്ല സ്മരണകൾ എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ ഈ സമയത്ത് ഞാൻ ഓർക്കുന്ന 1-2 കാര്യങ്ങൾ. പ്രിയപ്പെട്ട വല്യമ്മച്ചി ലില്ലിക്കുട്ടി അച്ചായൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എങ്കിലും ഞാൻ ലിറ്റിയെക്കുറിച്ച് ഓർക്കുന്നതായിട്ടുള്ള സമയത്ത് ആ കുടുംബം സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ശാഖാ സെക്രട്ടറി, സേവിയ സംഘത്തിൻ്റെ ശാഖാ സെക്രട്ടറി, ഒരു സൺഡേ സ്കൂൾ അധ്യാപികയും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചതായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മകളാണ്. ഈ മോനെ നന്നായിട്ട് ഞങ്ങൾക്കറിയാം. അവൻ്റെ വളർച്ചയിൽ ഇത്രത്തോളം ദൈവം കൂടെ ഇരുന്ന് വ്യാപരിച്ചു. കർത്താവിൻ്റെ സമയത്തായപ്പോൾ ദൈവസന്നിധിയിലേക്ക് അവനെ വിളിച്ചടുപ്പിച്ചു. ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. പ്രത്യേകമായിട്ട് ഈ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുന്നു. കായംകുളം സെന്റർ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ സേവിയാ സംഘത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ വന്നതിന് ശേഷം റീത്ത് വയ്ക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് വേദനയിൽ പങ്കുചേരുന്നതിന്റെ വ്യക്തിപരമായിട്ടുള്ള അനുശോചനവും ഈ സമയത്ത് അറിയിച്ചോളൂ. നമ്മുടെ പ്രിയപ്പെട്ട MLA ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ദുഃഖ അനുശോചനം ഇപ്പൊ അറിയിക്കും. ബഹുമാന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബാംഗങ്ങൾ, മാതാവും സഹോദരമടക്കമുള്ള ബഹുമാന്യരെയും എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാൻ കൂടി പങ്കുചേരുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ പ്രിയ സഹോദരനെ നമുക്ക് നഷ്ടപ്പെട്ടത്. മരണമൊരു അനിവാര്യതയാണെങ്കിലും വളരെ ചെറിയ പ്രായത്തിൽ ഒരു കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ പ്രതീക്ഷയായിരുന്ന, എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങളുമൊക്കെ ഏറ്റുവാങ്ങിയിരുന്ന, എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുണ്ടായിരുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ വേർപാടിലുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. ഈ വേർപാട് താങ്ങാൻ കഴിയുന്ന കരുത്ത് ഈ കുടുംബത്തിനുണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാൻ കൂടി പങ്കുചേരുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ കുടുംബത്തെ പ്രതികരിച്ച് ചില വ്യക്തികളുടെ പേര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ മിനിറ്റ് അനുവദിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ വൈദിക ശ്രേഷ്ഠർ, വേർപാടിന്റെ ദുഃഖത്തിൽ തകർന്ന മനസ്സുമായി കഴിയുന്ന പ്രിയ ജോസ്, പ്രിയ മാതാവ്, ജോസിന്റെ സഹോദരിമാര്, പ്രിയ കുഞ്ഞിന്റെ അനിയൻ വല്യമ്മച്ചി, അമ്മാച്ചന്മാര്, ബന്ധുമിത്രാദികള്, ലോക മനുഷ്യർക്ക് ഇവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ ആശ്വാസം മാത്രമേ ഇവർക്കൊരു ആശ്വാസമായി തീരത്തുള്ളൂ. 39-ാം സങ്കീർത്തനത്തിൽ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നോ നിങ്ങളല്ലയോ എൻ്റെ പ്രത്യാശ. നമ്മുടെ എല്ലാം ഒരു പ്രത്യാശയുള്ളത് ഈ പൈതൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അവന്റെ പിതാവ് എന്നോട്
രാവിലെ വന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, പ്രിയ ജോസ് എന്നോട് പറഞ്ഞത്, ഛായ എനിക്ക് ഒരു ഉറപ്പുണ്ട്, എൻ്റെ മോൻ സ്വർഗത്തിലുണ്ട്, ഞാൻ അവിടെ ചെന്ന് കാണും. ഒരു വലിയ പ്രത്യാശയാണ് അവനിൽ ജോസിൽ നിന്ന് എനിക്ക് കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ വളരെ ബലപ്പെട്ടു, വളരെ സന്തോഷിച്ചു. ആ നിമിഷം മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു വലിയ സ്വർഗീയ നിയന്ത്രണം ഇവിടെ ഉണ്ടാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനും എൻ്റെ കുടുംബം, ഞാൻ മെഴുവേലി പ്രൈസ് ദി ലോർഡ് വിളവറമ്പ് കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എൻ്റെ സഹോദരി, മൂത്ത സഹോദരിയോടുണ്ട്, എൻ്റെ വൈഫുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖ ഈ സമയം ഇവിടെ രേഖപ്പെടുത്തുന്നു. ദൈവം ഇവരെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൽ അതിവാത്സല്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട അളിയൻ, എൻ്റെ പ്രിയ സഹോദരി, എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ തീരാദുഃഖത്തിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ഭവനത്തെ ആശ്വാസത്തിന്റെ നല്ല വാക്കുകൾ പറഞ്ഞ് അനേകർ ആശ്വസിച്ചു. എങ്കിലും എൻ്റെ ജീവൻ മോനെ, നിന്റെ പ്രിയപ്പെട്ട ജോണങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുഞ്ഞെ, നീ നിത്യതയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ഇരിക്കുമ്പോൾ കർത്താവിൽ മരിച്ച മൃതന്മാർ ഉയർത്തെഴുക്കി ജീവനിരിക്കുന്ന എല്ലാവരോട് ആകാശമേഖല എതിരേൽക്കുമെന്നുള്ള വിശ്വാസത്തില് നല്ല വിശ്വാസവീരന്മാരായി കർത്താവിനെ സ്നേഹിച്ച വാത്സല്യമായി ഭവനം എന്നും അനുഗ്രഹത്തിന്റെ വ്യവഹാരിയാൽ ഒഴുകുവാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാർഷികത്തെ വിളവിളക്കും കുടുംബത്തിന്റെയും കന്നേറ്റി കുറ്റവാളിപ്പള്ളിയൂരിന്റെ അനുശോചനം രേഖപ്പെടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്വർഗത്തിലെ ഇവൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ജോസ് ചാനോടുള്ള ബന്ധത്തിലാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾ അബുദാബിയിൽ ഒന്നിച്ച് ജോലി ചെയ്യുകയും അബുദാബി മാർത്തമ്മ ഇടവകയിലെ കൂട്ടായ്മയിലും ആരാധനയിലും ഒന്നിച്ച് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വേദനയോടുകൂടിയാണ് പ്രിയപ്പെട്ട മകന്റെ വേർപാടിന് അറിയാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഷാബിയ പ്രയർ ഗ്രൂപ്പ് ഞങ്ങളെല്ലാവരും വളരെ വേദനപ്പെടുകയും ചെയ്യുന്നു. ഇന്നലത്തെ വിശുദ്ധ കുർബാനയിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും അസിസ്റ്റന്റ് വികാരിയച്ഛനും ഈ കുടുംബത്തോടുള്ള അനുശോചനം കുർബാന മധ്യ അറിയിക്കുകയുണ്ടായി. പ്രത്യേകമായിട്ട് ദുഃഖത്തിലായിരിക്കുന്ന ജോസാനെയും മാമയും സഹോദരങ്ങളെയും എല്ലാ ബന്ധുമിത്രങ്ങളെയും അവരുടെ ദുഃഖത്തിൽ അബുദാബി മാർത്തമ്മ ഇടവകയുടെ ഷാബിയ പ്രയർ ഗ്രൂപ്പ് പങ്കുചേരുന്നു. ഞങ്ങൾക്ക് ഏവർക്കുമുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെ ബന്ധുക്കൾ പലരും ഉണ്ട്. ഓരോ മിനിറ്റ് എടുത്താണ്. ദൈവ തിരുനാമം മഹിമപ്പെടുമാകട്ടെ. കർത്താവ് പ്രിയരുടെ മരണം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ സ്ഥിരപാർപ്പവരല്ല, നമുക്കൊരു നിത്യതയുണ്ട്. യേശു മരിച്ചു അടക്കപ്പെടും, നമുക്ക് ഉയർത്തുമുണ്ട്. യേശുവിനെ ക്രൂശ് മരിച്ചു കിടക്കുമ്പോൾ പിതാവൻ ദൈവം എവിടെയും ചോദിക്കുന്നുണ്ട്, അവിടെയും കർത്താവുണ്ട്, ഇന്നും കർത്താവുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു സന്ദേശം കേട്ടല്ലോ, ജോസെ സ്വർഗത്തിൽ നിന്ന് കാണുമെന്ന് വലിയ പ്രത്യാശ നമ്മുടെ എല്ലാവരും നമ്മളെല്ലാവരും നിത്യരായത്തിൽ കാണപ്പെടുമെന്ന് കൊണ്ടമേ നുറുങ്ങിയ ഹൃദയത്തിന് എൻ്റെ ശേഷകാരിയുടെ മകനാണ് ജോസ്മോനെ. അവനെക്കുറിച്ചെല്ലാം നല്ല അഭിപ്രായമാണ്. ഇത്രയും ജനത്തെ ഈ സമയത്ത് നേടുവാൻ കർത്താവിടേകൾ സ്വർഗത്തിൽ കാണും വലിയ പ്രത്യാശപ്പെട്ടെ പൊയ്കയിൽ കുടുംബയോഗത്തിൻ്റെതായിട്ട് ആദർശമായി റീത്ത് സമർപ്പിക്കുന്നു. ദൈവം നല്ല ആശ്വാസം അവസാനത്തോട് നന്ദി പറയുന്നു. കല്ലൂത്ര വെൺമണി കല്ലൂത്ര കുടുംബത്തെ പ്രതികരിച്ച് ദുഃഖത്തിലും വിലാപത്തിലും ഇരിക്കുന്ന ദൈവജനമേ, കല്ലൂത്ര കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാമായിരുന്ന ജിതിൻ അവന്റെ മധ്യവയസ്സ് സമയത്ത് തന്നെ ഒരു ദുരന്തം നേരിട്ടു. ഞങ്ങളുടെ മകൻ ഞങ്ങൾക്കെല്ലാമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ മകനാകുന്ന ഇവനെ എങ്ങനെയാണ് എന്റെ സഹോദരങ്ങളോട് ആശ്വാസവാക്കുകൾ പറയുക എന്ന് പറയുന്നത് എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിലും കുടുംബയോഗത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നുള്ളത് ഒരു ആവശ്യമായി വന്നിരിക്കുന്നതുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുകയാണ്. കർത്താവിൽ മുതലായവർ പ്രത്യാശയുള്ളവരാണ്. ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചവരുണ്ടെന്നാൽ മരിച്ചാലും ജീവിക്കുന്നവരുണ്ട് എന്നുള്ള പ്രത്യാശയാണ് നമ്മെ ഏവരെയും ഭരിക്കുന്നത്. നമ്മുടെ സഹോദരി റോസമ്മ പറയുണ്ടായി, മക്കളെ ആരും സ്നേഹിക്കല്ലേ എന്ന്. തീർച്ചയായിട്ടും ദൈവത്തെക്കാൾ ഉപരി ആരെ സ്നേഹിച്ചാലും അതൊന്നും നിലനിൽക്കുന്നതല്ല നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും മാനുഷികമായ ബന്ധം അത് വളരെയേറെ പ്രസക്തമാണ്. ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള വേർപാടുകൾ മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രയാസം നിറഞ്ഞതാണ്, ദുഃഖം നിറഞ്ഞതാണ്. കുളൂത്ര കുടുംബത്തിന്റെ എല്ലാമായിരുന്ന ജിതിൻ അവന്റെ ചെറുപ്പം കാലം മുതൽ തന്നെ എല്ലാ യോഗങ്ങളിലും എല്ലാ ഭാഷീയ യോഗങ്ങളിലും വന്ന് സംബന്ധിക്കുകയും നല്ല പരിപാടികളൊക്കെ അവതരിപ്പിച്ച് എല്ലാ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി അങ്ങനെ മിടുക്കനായി
അവന്റെ വളർച്ച തന്നെ വളരെ അത്ഭുതമായിരുന്നു. നല്ല നീളവും നല്ല വീതിയും നല്ല ഉയർച്ചയും. ഞങ്ങൾ പലപ്പോഴും പറയുന്നത് ഇരട്ട ചങ്കാണെന്ന്. അത്രമാത്രം ആരോഗ്യമുള്ളവനായിരുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ വിളിച്ചാൽ പോകാതിരിക്കാൻ ആർക്കും സാധിക്കില്ല. അതൊരു അനിവാര്യതയാണ്. ജനിച്ചാൽ മരണം നമുക്ക് ഏവർക്കും ബാധകമാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം ആയിരുന്ന ഇതിനെ ഞങ്ങളുടെ എല്ലാമായ കണ്ണികൾ കുതിർന്ന യാത്രാമൊഴി ഈ സമയം ഞങ്ങൾ അർപ്പിക്കുകയാണ്. എല്ലാ കുടുംബക്കാരോടും, പ്രത്യേകിച്ചും ഈ പണയിൽ പ്രദേശത്ത് ഷമീൽ ഭവൻ വന്ന് താമസിച്ചു. ഇത് ഞങ്ങളുടെ ഒരു യൂണിറ്റാണ്. വെൺമണി കുടോണത്തുറ കുടുംബയോഗത്തിന്റെ യൂണിറ്റാണ് താമരക്കുളത്ത് പണയിലുള്ള ഷമീലച്ചാന്റെ ഭവനം. തീർച്ചയായിട്ടും മകന്റെ വേർപാടിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധമായിട്ടുള്ള ആദരാജ്ഞ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമേൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. ആകയാൽ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ബഹുമാനപ്പെട്ട ഇടവയുടെ മുൻവികാരി പി ടി ഈശോച്ചൻ ചില വാക്കുകൾ പറയും. മരണം നമ്മളെല്ലാവരുടെയും അവകാശവും പദവിയുമാകുന്നു. എന്നിരുന്നാലും ഈ ഭവനത്തിൽ പ്രിയപ്പെട്ട മകന്റെ വേർപാട് നമുക്കെല്ലാവർക്കും താങ്ങാൻ വയ്യാത്തതായുള്ള ഒരനുഭവമാകുന്നു. അതുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗ്രാൻഡ്മദർ, സഹോദരൻ, മറ്റു പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവർക്കും ഒരു ചൂണ്ടുപലക മാത്രം. നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പലവിധമായുള്ള ആദർശത്തോടെ ജീവിക്കുമ്പോൾ മരണം എപ്പോഴാകുന്നു പിടിപെടുന്നെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മകന്റെ വേർപാടിൽ കൂടി എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ചൂണ്ടുപലക സന്ദേശം, നമ്മുടെ മരണം എപ്പോഴാകുന്നു ദൈവം മാത്രം അറിയുന്നു. അതുകൊണ്ട് നാം മരണത്തിനായി ഒരുങ്ങുകയും ഈ പ്രിയപ്പെട്ട മകന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും ആവശ്യമായ സമാധാനം സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചെങ്കിൽ മാത്രമേ ലഭ്യമായി തീരുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മകന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും ആവശ്യമായ ആശ്വാസവും സമാധാനവും സ്വർഗത്തിലെ ദൈവം നൽകട്ടെ. സഭയോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം, ഇടപെടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു കുടുംബം, പട്ടക്കാരോട് സ്നേഹമായി ഇടപെടുന്ന ഒരു കുടുംബം, അവരുടെ ഇടവേള വളർച്ചയ്ക്ക് വേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്ത ഒരു കുടുംബം, ആ കുടുംബത്തിൽ എപ്രകാരം ഈ ദുഃഖം നേരിട്ടു എന്നുള്ള ചിന്ത ചിലർക്കുണ്ടാവുമെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന് മാത്രം. എൻ്റെ വീട് മെഴുവല്ലിയാകുന്നു നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ഇപ്പോൾ ഒരു ശവസംസ്കാര ശുശ്രൂഷ നടക്കാൻ പോവുകയാകുന്നു. അത് ഒരപ്പൻ്റെ ഏകപുത്രൻ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്ന 38 വയസ്സുകാരൻ, ഇതാ 4 വർഷം പ്രായമുള്ള 3.5 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ്, ഭാര്യ 3-4 മാസം ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ച് തന്നെ മരിച്ചു. ഇപ്പോൾ അവിടെയും ഭവനത്തിൽ അടക്കം ശുശ്രൂഷ ആരംഭിക്കാവുന്നു. ആയതിനാൽ ഇത് ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്നു. നമുക്ക് സമാധാനം ഒന്ന് മാത്രം, യേശു എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഉണ്ട്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ മകനെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനായി മാത്രമേ സാധിക്കുള്ളൂ. എന്നാൽ ശക്തി കൊടുക്കുന്നവൻ നീ മാത്രമാകുന്നു. നിന്റെ മക്കളെ നീ ശക്തീകരിക്കണമേ. കർത്താവ് എടുത്തത് ദൈവത്തിന് നാം മുഖത്തപ്പെടുത്തുന്ന യോബ് പറഞ്ഞ പ്രകാരം കർത്താവെ നിന്റെ മക്കൾക്ക് ആഴമായ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ സഹായിക്കണമേ. ഈ മകൻ്റെ വേർപാടുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴാവുന്നു മരണം പിടിവിടുന്നെന്ന് ഞങ്ങൾക്കറിയത്തില്ല. തന്നിരിക്കുന്ന നല്ല ആയുസ് കർത്താവിനോട് ജീവിപ്പാൻ, കർത്താവിനോട് പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള സംസ്കാര ശിക്ഷ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. എല്ലാം നന്നായി ചെയ്യുവാൻ സഹായിക്കണമേ. നേതൃത്വം കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സ്ഥലം എംപിക്ക് ഇന്ന് എത്തിച്ചേരാൻ കഴിയത്തില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില അനുശോചന വാക്കുകൾ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവായ മിസ്റ്റർ മനോജ് സി ചേർ സംസാരിക്കും. അതിനുശേഷം അതിനകത്ത് മിസ്റ്റർ കെ എം പൊടിയൻ സംസാരിക്കും. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, സന്തപ്ത കുടുംബാംഗങ്ങളെ, ആദരണീയനായ എം പി കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടിയാണ് ഞാൻ ഈ അനുശോചനം പറയുന്നത്. ഈ വിവരമറിഞ്ഞ് അദ്ദേഹം ഈ കുടുംബത്തിലെത്തുകയും ഈ മാതാപിതാക്കളെ സമാധാനിപ്പിക്കുകയും മറ്റ് എല്ലാ കാര്യങ്ങളിൽ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ വേർപാട് നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നേരത്തെ വിളിക്കുന്നു. അത്തരത്തിൽ സമാധാനിച്ചുകൊണ്ട് ഈ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ഈ സംതൃപ്ത കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുകയാണ്. ദൈവം വലിയവനാണ്. ആ ദൈവത്തിൻ്റെ പാതയിൽ നമ്മൾക്ക് തടസ്സങ്ങൾ പറയുവാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രിയപ്പെട്ട ജിതിൻ ആശുപത്രിയിലായിരുന്ന സമയത്ത് എന്റെ കൂടെ അത്രയും മണിക്കൂറുകൾ മിസ്റ്റർ മനോജ് ഉണ്ടായിരുന്നു. അത് പ്രത്യേക സ്നേഹവും നന്ദിയും സ്നേഹത്തിന്റെ ഭാഷ അറിയിക്കുന്നു. മിസ്റ്റർ കെ എം പൊടിയൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, സ്നേഹനിധികളായ നാട്ടുകാരെ, എന്ത് അനുശോചനം രേഖപ്പെടുത്തണമെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഈ പ്രിയപ്പെട്ട മകൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഹൃദയത്തിന് വലിയ വേദനയായിരുന്നു. സത്യത്തിൽ ഒരു അസാധാരണ മരണം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. എല്ലാവരും സമാധാനമായിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് സമാധാനമായിട്ടിരിക്കുന്നു? തമ്പുരാന്റെ ആ കൃത്യനിർവഹണം കൃത്യസമയത്ത് ഇവിടെ നിർവഹിച്ചു. അതിനെ ചോദ്യം ചെയ്യുവാൻ ആരുമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അനേക മരണത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. പക്ഷേ അസാധാരണവർ മാത്രമേ 23 വയസ്സ് പ്രായമുള്ള, ലോകത്തിൻ്റെ യാതൊരു വൈഷമ്യങ്ങളും അറിയാതെ ജീവിക്കാനുള്ള ചുറ്റുപാടിൽ ആഗ്രഹിച്ച് മുമ്പോട്ട് പോയവനാണ്. അവിടെ ദൈവം അവിടെ വിരാമമിട്ടു. ദൈവത്തിൻ്റെ കാര്യം മാത്രമേ നടക്കൂ എന്ന് മാത്രം നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കുക. ഈ പ്രിയപ്പെട്ട മകന് എല്ലാ സ്വർഗീയ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൽ വസിക്കുന്നതിന് ദൈവമുണ്ട്. തൻ്റെ പിതാക്കന്മാരും മാതാക്കന്മാരും അതുപോലെ പ്രിയപ്പെട്ടവരും സ്വർഗത്തിൽ പോയിട്ടുണ്ട്. അവരോടൊന്നിച്ച് സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ ഈ പ്രിയപ്പെട്ടവന് സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ടത് നിത്യമായ രാജ്യത്തിൽ ഇവന് സ്ഥാനം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ള നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ അടുപ്പം ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ
യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം സ്വന്ത നാട്ടിൽ ദൈവമോഹം കാൺകയാത്തേ വാഞ്ചിത സ്വന്ത നാട്ടിൽ ദൈവമോഖം കാൺകയാത്രേ വാഞ്ചിതം ആകയാൽപ്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ എന്നെ ഏൽപ്പനായി ദേവദൂത വരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി താരുന്നു ആകയാൽപ്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ ശുദ്ധന്മാർക്കും വെളിച്ചത്തിൽ ഉള്ള ആകാശത്തിൽ പങ്കുതാന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ പങ്കുതാന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ ആകയാൽപ്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ. നമ്മുടെ ശുശ്രൂഷ 11 മണിക്ക് ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പായിട്ട് ഒരാൾ കൂടെ അനുശോചന അവസരം നൽകുന്നു. മുൻ MLA ആയിരുന്ന മിസ്റ്റർ KK ഷാജു ചില വാക്കുകൾ പറയും. അഭിനന്ദരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ജിതിൻ്റെ ആകസ്മികമായിട്ടുള്ള വേർപാടിൽ ഹൃദയം നൊന്ത് വിലപിക്കുന്ന ദുഃഖിതരായ ബന്ധുമിത്രാദികളെ, ഏറ്റവും പ്രിയപ്പെട്ട ഈ ചെറുപ്പക്കാരൻ്റെ വേർപാടിൽ മനംനൊന്ത് വേദനിക്കുന്ന
ജിതിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സഹപ്രവർത്തകർ, നാട്ടുകാരെ, അപ്രതീക്ഷിതമായിട്ടാണ് വലിയ ഒരു ജീവിതം മുന്നിലുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയിട്ടുള്ളത്. വിധി വളരെ നിഷ്ഠൂരമായിട്ടാണ് ആ ജീവിതം വീട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും പിടിച്ചു പറിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ വേദന ഈ കുടുംബത്തിൽ മാത്രമല്ല, ബന്ധുമിത്രാദികൾ മാത്രമല്ല, ഈ നാട്ടിലെമ്പാടുമുള്ള ജനങ്ങൾ ആ വേദന തളം കെട്ട് നിൽക്കുകയാണ്. വേർപിരിഞ്ഞു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്, കൂട്ടുകാരന് ഹൃദയപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പോംവഴി. അദ്ദേഹത്തെ ഓർത്ത് ഏറെ വേദനിക്കുന്ന ആ കുടുംബത്തിന് ഈ വേദന മായ്ക്കുവാൻ ഒരുപാട് കാലം വേണ്ടി വന്നേക്കും. എങ്കിലും സർവശക്തനായ തമ്പുരാൻ, എല്ലാം സഹിക്കാൻ കരുത്ത് നൽകുന്ന സർവശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹം ആ കുടുംബാംഗങ്ങൾക്കും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദരാഞ്ജലികൾ നൽകുന്നു. ഒരാൾ കൂടെ അവസരം നൽകുകയാണ്. മിസ്റ്റർ ജി വേണു. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരെ, സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ജിതിൻ നമ്മെ വിട്ടുപോയി. എല്ലാവരുടെയും സുഹൃത്തും എല്ലാവരുടെയും സഹോദരനും നമുക്കേവർക്കും പ്രിയപ്പെട്ട, ആ കുടുംബത്തിനും പ്രിയപ്പെട്ട, ഈ നാടിനും പ്രിയപ്പെട്ട ജിതിൻ ഇന്ന് നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. ഈ ദുഃഖത്തിൽ, ഈ അവസരത്തിൽ പങ്കാളിയാകുന്നു. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും പങ്കാളിയാകുന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ സ്തുതിയും. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കാര്യങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. രാജ്യശക്തി മഹത്വം ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിക്കുന്നു. ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഹോശോ ബുകുൽ സുബ്ഹാൻ ലോൽമീൻ.
ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്നും തന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആരുള്ളൂ? കർത്താവേ, നീ അറിഞ്ഞ മനുഷ്യനും അവനെ നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? മനുഷ്യൻ പോയിക്കു സദൃശമാകുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായത്തിന് തക്കവണ്ണം നമ്മോട് പകരണം ചെയ്തിട്ടുമില്ല. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. കർത്താവിന്റെ കൃപാതി മുതൽ എന്നേക്കും അവന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. സ്തുതിക്കുന്നു. നാമോ ഇന്ന് മുതൽ എന്നേക്കും കർത്താവിനെ വാഴ്ത്തും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം തന്നെയാം മൺമയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലെ ചെയ്തവനാം മശിഹ നാഥ, ജീവനുള്ള നീ മരണത്തെ ഞങ്ങൾ വന്നിടുന്നു, നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യൂ. ഓരോ പ്രവൃത്തിക്കൊത്തതുപോൽ പകരം നൽകും മശിഹായെ, കുറ്റങ്ങളെ നീ മായിച്ച അന്യായങ്ങളെ കാഴുക. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനമാശി. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീ ത്രിത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നു സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. ഹോശോ വബുക്കൂലു സുബാൻ ലൗൽമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മെസ്സിഹാതമ്പുരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു.
ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നീ നിർമ്മിച്ച് ഉണ്മയിലേക്ക് വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരും എന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിനെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് തന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും നീ കൈക്കൊള്ളണമേ. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും. കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നു എന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവികമായ ശുശ്രൂഷകളെ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ഇവൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, പൈതലിന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും ഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി പൈതലിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണകളുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ നിന്റെ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടമുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവെടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ നിശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തുള്ള പുറപ്പാടിന് ഒരുക്കുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യസ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകൂല സബാൻ ലവൽ മീൻ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും
ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കുകയില്ലെന്ന് മരളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുഷിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് നാം എവിടെയായിരിക്കുന്നെന്നും നാളെ നാം എവിടെയായിരിക്കുന്നു തോൽവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നതായിരിക്കുന്നു, നാളെ ചൗക്കയിൽ മൗനതുള്ളതായിരുന്നു, ദിവസം തോറും നോക്കുന്നവൻ ഭാഗ്യവനാകുന്നു. സഹോദരേ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരമായി സകലം ഒഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നെന്ന് പ്രത്യേകം ഗ്രഹിച്ചുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ ദേഹത്തെ ഉയർപ്പിച്ച പ്രവർത്തിക്കത്തവോ നീതിയായി ഫലമേ. മരിച്ചവരുടെ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേൻ സോദരനെ ഉയർപ്പിപ്പാനെത്തുമ്പോ നിന്നെ വിശ്വസിച്ചവർ അടിയാരെയും ഭാഗ്യവാനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നിന്നും ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെന്നേറ്റെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചോട് പൊരുതാനുമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ? മരിച്ചോട് പൊരുതാനുമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവരെടുക്കുന്നില്ല എന്ന് വരികിൽ ദൈവം അർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചെന്ന് ദൈവത്തിന് വിരുദ്ധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിനേക്കുള്ള സാക്ഷികളെന്ന് വരും. മരിച്ചവരെടുക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാവങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചു പോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ജോസ് വിലായിൽ ജിതിൻ ജോസ് 21 വയസ്സ് ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നു. നമ്മെ സ്നേഹിച്ച, നാം സ്നേഹിച്ച എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന ജിതിൻ ജോസ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പാസ്നയിൽ ഞാനിരിക്കുമ്പോൾ പെട്ടെന്ന് ടെലിഫോൺ കോൾ എനിക്ക് വരികയാണ്, പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം. ശാരീരമായിട്ട് ചില പ്രയാസം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഭാഷ പറഞ്ഞ അതിവേഗം ബഹദൂർ ഞാൻ ആസ്വദിച്ചു വന്നപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലില്ലിക്കുട്ടിയാണ് കാണുവാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ ആ ആശുപത്രിയിലെ സൂപ്പറിനോട് സംസാരിച്ചപ്പോൾ ഫാദർ വളരെ ക്രിട്ടിക്കലാണ്, ഞങ്ങൾ വേണ്ടുന്നത് ചെയ്യുന്നുണ്ട്. ഫാദർ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. ഏതാണ്ട് 12:30 മുതൽ വെന്റിലേറ്റർ ഓഫ് ചെയ്യുന്നവരെ ഞാൻ ICUയിൽ ഉണ്ടായിരുന്നു. ഓരോ നിമിഷവും ഡോക്ടർമാര്, കാർഡിയോളജിസ്റ്റ്, അതുപോലെ പീഡിയാട്രീഷ്യൻ, അതുപോലെ 2-3 ഫിസിഷ്യന്മാര്, ചുരുക്കി പറഞ്ഞാൽ ആശുപത്രിയിലെല്ലാം പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അവിടെ ഒരുമിച്ച് ഈ പ്രിയപ്പെട്ട ദാസന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരാൽ ചെയ്തു. ഞങ്ങൾക്ക് അവരെക്കുറിച്ച് യാതൊരു പരാതിയുമില്ല. എന്നാൽ പ്രിയപ്പെട്ട ദാസൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാനും എന്റെ സഹപ്രവർത്തനായ ട്രസ്റ്റി ജോൺസണും കൂടെ ഉടൻ തന്നെ ഇപ്പൊ ഇതെല്ലാം മറ്റേതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടുന്ന ക്രമീകരണം ചെയ്തെന്നാൽ ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഓൾമോസ്റ്റ് സിങ്കിങ്. എന്നാൽ ഞങ്ങൾ ആ യാഥാർത്ഥ്യം
ഉൾക്കൊണ്ടു. ഈ വാർത്ത ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്റെ സുഹൃത്തുക്കളെ അറിയിച്ചത്. കാരണം എന്തെങ്കിലും സാധ്യതയുണ്ടോ അന്വേഷിച്ചു. ആരോടും ഞാൻ പറഞ്ഞില്ല. എന്നാൽ പ്രിയപ്പെട്ട സ്നേഹിതൻ മരിച്ചുപോയെന്ന് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ സഹപ്രവർത്തകരെ അറിയിച്ചത്. കാരണം ഇനി എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് അറിഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ട സ്നേഹിതൻ, നമ്മെ സ്നേഹിച്ച സ്നേഹിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ജിതിൻ ജോസിനെ എനിക്ക് പരിചയമായിട്ട് 1.5 വർഷം മാത്രമേ ആയുള്ളൂ. വളരെ നിസ്സതമായ പ്രവർത്തനം ചെയ്യുന്നൊരു മനുഷ്യൻ. ഇവിടെ മാസം ഒരിക്കൽ മാത്രം കുർബാനയുള്ളല്ലോ. അദ്ദേഹം അവധിക്ക് വരുമ്പോഴൊക്കെയും മദ്ബഹായിൽ കയറി ശുശ്രൂഷ ചെയ്യുമായിരുന്നു. ചിലപ്പോഴൊക്കെ അദ്ദേഹമായിട്ട് ഞാൻ ചില വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, നന്നാകാൻ വേണ്ടിയാണ്. നല്ല കുഞ്ഞായിരുന്നു, നല്ല സ്വഭാവം, നല്ല ശ്രേഷ്ഠത. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന ഈ പ്രദേശത്തെ യുവജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു, ഇടവജനങ്ങളുടെ സ്നേഹിതനായിരുന്നു, നാട്ടുകാരുടെ പ്രിയങ്കരനായിരുന്നു, മാർത്തോമാ സഭയുടെ യൂണിസെക്യത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു, പോയ സ്ഥാനത്ത് പ്രകാരമായിരുന്നു. എന്നാൽ ഇപ്പൊ 2 ചോദ്യം നിൽക്കുന്നുണ്ട്. എങ്ങനെ, എന്തുകൊണ്ട്? ഉത്തരം കിട്ടാത്ത ചോദ്യം. പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രായം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയപ്പെട്ട സ്നേഹം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ള കാര്യം ഈ വിലാപയാത്രയിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മെ സ്നേഹിച്ച, നാം സ്നേഹിച്ച ഈ സ്നേഹിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ ഇനിയൊരു പ്രത്യാശയുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ മരിച്ചവരൊക്കെ ഉയർക്കും, ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരപ്പെടും കർത്താവിന്റെ 2ാമത്തെ വരവിൽ. അന്ന് ആ പ്രത്യാശ നിറയുവാനും നമ്മൾക്ക് ആ ഒരു വലിയ കൂടിക്കാഴ്ച കാണുവാൻ കഴിയാൻ മധ്യാകാശത്തിൽ എന്ന് ഞാൻ പ്രത്യാശ വയ്ക്കുകയാണ്. അതുകൊണ്ട് കരയണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കരയണം. എന്റെ പ്രിയപ്പെട്ട പിതാവ് മരിച്ചപ്പോൾ, എന്റെ മാതാവ് മരിച്ചപ്പോൾ, 2 ജ്യേഷ്ഠന്മാർ മരിച്ചപ്പോൾ എനിക്ക് അറിയാൻ സമയം ലഭിച്ചില്ല. എന്നാൽ അതെനിക്ക് മാനസികമായി ഒരുപാട് പ്രത്യാഘാത ഉണ്ടാക്കി. എന്നാൽ ഞാൻ പറയുന്ന ബന്ധുക്കളെ, നിങ്ങൾ കരയണം, എന്നാൽ വിലപിക്കരുത്. ഇത് തൽക്കാലം ഒരു ഉറക്കം മാത്രമാണ്, ഒരു വിശ്രമം മാത്രമാണ്. അതിവിദൂര ഭാവിയിൽ നമുക്ക് കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ കണ്ടുമുട്ടാൻ കഴിയും. ഈ പ്രത്യാശ നിറയുവാൻ ദൈവം തമ്പുരാൻ നമ്മളെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട PS തോമസ് പ്രാർത്ഥി. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ചേർക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്നു ചേരാമെന്ന് വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദന നിറഞ്ഞ സങ്കടപൂർണമായ ഈ സന്ദർഭത്തിൽ കർത്താവെ, നിന്റെ ആശ്വാസത്തിനായി, നിന്റെ സമാധാനത്തിനായി, നിന്റെ തലോടലിനായി കർത്താവെ, ഞങ്ങളിതാ നിന്റെ സന്നിധിയിൽ അടുത്തു വരുന്നു. ഈ പ്രിയപ്പെട്ട മകനു വേണ്ടി നീ നിർമ്മിച്ചുകൊണ്ടിരുന്നതായ ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചല്ലോ. ആ പൂർത്തീകരിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ ഈ പ്രിയപ്പെട്ട മകന്റെ ആത്മാവിനെ ആ ഭവനത്തിന്റെ ഉടമസ്ഥാവകാശം ഏൽപ്പിച്ചു. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കർത്താവെ ഈ സന്ദർഭത്തിൽ നീ ഇടയാക്കി. എന്നാൽ കർത്താവെ, പെട്ടെന്നുള്ള വേർപാട് വേദനാപൂർണമാകുന്നു. മാതാപിതാക്കൾക്ക് കർത്താവെ നീ അവിടുന്ന് ആശ്വാസത്തെ പ്രദാനം ചെയ്യണമേ. പൗലോസിനെ പോലെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് കർത്താവെ ശാന്തമായി ചോദിച്ച് കർത്താവെ ആശ്വാസം കണ്ടെത്തുവാനായി നീ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ പ്രിയപ്പെട്ട മകനെ വളർത്തിയതായ മാതാപിതാക്കൾ, സ്നേഹ ശുശ്രൂഷകൾ ചെയ്ത് സഹായിച്ചതായ ഈ നാട്ടുകാരായ നല്ലവരായ ജനങ്ങൾ, കർത്താവെ അവനെ പഠിപ്പിച്ചതായിട്ടുള്ള ഗുരുശ്രേഷ്ഠർ, അവന്റെ സതീർത്ഥ്യർ, അവന്റെ സ്നേഹിതർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, ഈ പ്രിയപ്പെട്ട മകന്റെ മരണം അവർക്കൊന്നും താങ്ങുവാനായി സാധ്യമല്ലല്ലോ. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനസഞ്ചയം അതിന്റെ തെളിവാണല്ലോ. ദൈവമായ കർത്താവെ, വേദനയിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നീ അവർക്ക് നല്ല സ്നേഹിതനായ മകനായി കൂടെ ഇരിക്കണമേ. അവരുടെ ഉള്ളങ്ങളിൽ നിന്ന് വേദനയെ തുടച്ചു കളയണമേ. ദൈവമേ, നീ അവർക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യണമേ. മാനുഷികമായ വാക്കുകളൊക്കെ കർത്താവെ പരിമിതമാകുന്നു. എപ്രകാരം തന്റെ മക്കളെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ദൈവമേ, നീ അവർക്ക് ആശ്വാസദായകനായിരിക്കണമേ. അവസാന നിമിഷങ്ങളിൽ തന്റെ മകന്റെ ജീവൻ രക്ഷിക്കുവാനായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സിന് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് ദൈവനിശ്ചയമെന്ന് മനസ്സിലാക്കി കർത്താവെ,
ഞങ്ങൾ അതിനോട് താതാത്മ്യപ്പെടുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടുകൂടെ ഈ പ്രിയപ്പെട്ട മകനെ യാത്രയപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും നീ അവിടുന്ന് ഒരുക്കണമേ. ഈ പ്രിയപ്പെട്ട മകനെ ഞങ്ങൾക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് ജീവനോടുകൂടെ ഇരിക്കുന്ന ഞങ്ങൾക്കും ഒരു മരണമുണ്ട്. ഞങ്ങളും ഇതുപോലെ ഒരു നിശ്ചലാവസ്ഥയിൽ കിടക്കേണ്ട ഒരു നിമിഷമുണ്ട്. ദൈവമേ, അത് തിരിച്ചറിയുവാൻ നീ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം വയലിലെ പുഷ്പത്തിന് സമാനം എന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാനായി നീ സഹായിക്കണമേ. ഞങ്ങളും മരിച്ച ഞങ്ങളുടെ ആത്മാവ് സ്വർഗ തുറമുഖത്ത് എത്തുമ്പോൾ ഈ പ്രിയപ്പെട്ട മകന്റെ ആത്മാവ് ഞങ്ങളെ സ്വീകരിപ്പാനായി അവിടെ എത്തും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ പ്രിയപ്പെട്ട മകനെ യാത്രയപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും നീ ഇടയാക്കണമേ. ഈ ഇടവയ്ക്ക് നീ അതിനിടയാക്കണമേ. ഈ സമൂഹത്തിന് അതിനിടയാക്കണമേ. കർത്താവെ, പഠിച്ചതായിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ കർത്താവെ പഠിപ്പിച്ചതായിട്ടുള്ള അധ്യാപകരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സമൂഹവും വേദനയിൽ കഴിയുമ്പോൾ കർത്താവെ, അവരെയും നീ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിൽ കൂടെ ഇരിക്കണമേ. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരവിൽ ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ചർമ്മമേ നിനക്ക് സ്തുതി. ബാരക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ദോഷവും ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനും രക്ഷിച്ചുകൊള്ളണമേ. അതുകൊണ്ടുന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന് സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ശാന്തമായി നിന്നുകൊണ്ട് ശുശ്രൂഷയെ സഹകരിച്ച എല്ലാം നന്ദി അറിയിക്കും. പ്രത്യേകിച്ച് ശുശ്രൂഷിക്കുന്നവർ നൽകിയ വൈദിക ശ്രേഷ്ഠം നന്ദി അറിയിക്കുന്നു. ഇനിയും ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം പൈതലിന് ചുംബനം നൽകി അന്ത്യം നൽകി വിട പറയാം. ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം. അതിനുശേഷം വിലാപയാത്രയായി ദേവാലയത്തിൽ പോകാം. ശാന്തമായിരുന്നുകൊണ്ട് വിട പറയുവാൻ ശ്രദ്ധിക്കണമേ. തുടർന്ന് വിലാപയാത്ര പള്ളിയിലേക്ക് പോകുന്നു. പള്ളി ശുശ്രൂഷ, അത് കഴിഞ്ഞ് സെമിത്തേരിയിലെ ശുശ്രൂഷയ്ക്കായിട്ടും പോകും. ദയവായിട്ട് സഹകരിക്കണം. പള്ളി വെച്ച് കാണാനുള്ള അവസരം കൊടുക്കാം. അന്തിംബനം കൊടുക്കാം. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം
വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ആകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ
സ്വൽപ്പം വെള്ളം ദാഹിക്കൽ അല്പം അപ്പം വിശപ്പിന്നു സ്വൽപ്പം വെള്ളം ദാഹിക്കൽ നേരം മാത്രം എന്റെ യാത്ര യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും സ്ഥലം ഹാവിശേഷം ഫലമെത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ
സ്തോത്രം